ധന്യമീ ജീവിതത്തിൽ പതിവ് പോലെ പറയുന്നത് പ്രാവർത്തിക വേദാന്തം. പ്രാവർത്തികമാക്കാൻ പറ്റാത്ത ഒരു കാര്യവും പറയരുത്. പണ്ട് ഇങ്ങനെ വലിയ വലിയ ആളുകളുണ്ടായിരുന്നു, അവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇപ്പൊ ജീവിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. എന്നാൽ പ്രാവർത്തിക തലം ഇതിനുണ്ട്. പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ വേദാന്തത്തിലോ തത്വചിന്തയിലോ പറയാൻ പാടുള്ളൂ. ഒരു മരുന്ന് കിട്ടണം ഹിമാലയത്തിൽ നിന്ന്. ഹനുമാൻ ഹിമാലയത്തിലേക്ക് അങ്ങോട്ട് ചാടുകയോ പറക്കുകയോ ചെയ്തു. അങ്ങനെയാണല്ലോ പർവ്വതത്തോടു കൂടി പൊക്കിക്കൊണ്ടുവന്നത്. ഇതിപ്പോ നടക്കണ കാര്യമാണ്. നമ്മൾ വിചാരിച്ചാൽ പറ്റുമോ? അതിൽ നിന്ന് നമ്മളിങ്ങനെ എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ എടുക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, എന്നെ കൊണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഗുരു ജാംബവാൻ എന്ന് പറഞ്ഞാൽ കാലാതീതമായ ശക്തി, പ്രചോദനം കൊടുത്തു, മോട്ടിവേഷൻ കൊടുത്തു. മോട്ടിവേഷൻ കൊണ്ട് അത്ര പ്രയോജനമുണ്ട് എന്നാണ് അതിന് പഠിക്കാനുള്ളത്. മോട്ടിവേഷൻ കൊടുത്തു. ജാംബവാൻ എന്ന് പറഞ്ഞാൽ അത്ര പഴക്കമുള്ള ആള്. പഴയെന്ന് പറഞ്ഞാൽ പഴയ പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ നിത്യനൂതനം, മഹത്തായ ക്ലാസിക്കൽ ഗ്രന്ഥങ്ങൾ. ആ ക്ലാസിക്കൽ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചാൽ അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അന്യർക്ക് ചെയ്യുന്ന സഹായം മാത്രമേ നിലനിൽക്കുള്ളൂ. അതാണ് ബാങ്ക് ബാലൻസ്. ബാങ്ക് ബാലൻസ് ഇല്ല എന്ന് പറയുന്നവര് സഹായം ചെയ്തത് കൊണ്ട് ബാങ്ക് ബാലൻസ് ഇല്ലാതായെങ്കിൽ അവര് നിലവിളിച്ചുകൊണ്ട് നടക്കില്ല. അറിഞ്ഞും കൊണ്ട് സഹായിച്ചു പലരെയും, അതുകൊണ്ട് ഇപ്പൊ കയ്യിൽ കാശൊന്നും ഇല്ലാതെ ഇന്നത് കഷ്ടമായി പോയിട്ടോ, വേണ്ടായിരുന്നു തോന്നുന്നു, ആലോചിക്കാതെ ചെയ്തു. അല്ല, അനവധി പേരെ സഹായിച്ചില്ലേ? ആ സഹായം തന്നെ വലിയ കാര്യം. ഇതാദ്യം മനസ്സിലാക്കണം. അന്യരെ സഹായിക്കുക, ആ സഹായം മാത്രമേ അവരുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. എങ്ങനെയാണ് ഇപ്പൊ സഹായിക്കേണ്ടത്? നിങ്ങൾ പറ, ഇയാർനാഥം പറ. പൈസ കൊടുത്ത് സഹായിക്കുക. ഇത് കേട്ടവർ ഇപ്പോഴേ പറഞ്ഞു 99%. ബാക്കിയുള്ളത് കേട്ടാ മതി, അത് വിട്. 99% ഇപ്പോഴേ ഒഴിവാക്കി, ബാക്കി പറ, ഇത് കേൾക്കണ്ട. അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റുണ്ടോ? എല്ലാവർക്കും പൈസ കൊടുത്ത് സഹായിക്കത്ത ഇതൊക്കെ സാമ്പത്തിക സ്ഥിതി ആർക്കാ ഉണ്ടാവുക? ആരൊക്കാണ് ഉണ്ടാവുക? അങ്ങനെ സഹായിക്കുന്നവരുടെ കയ്യിൽ ഒട്ടും കാശുണ്ടാവാതെ വരും. ആവശ്യക്കാരന് സഹായം ചെയ്യുന്നവരുടെ കയ്യിൽ കാശ് ഒട്ടും ഉണ്ടാവില്ല. അത് ഓരോരുത്തരുടെ കൈ കൊടുക്കില്ലേ? അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കുന്ന പോലെ കുറേ ലക്ഷങ്ങളൊന്നും ആരും സൂക്ഷിച്ചു വെച്ച് കാണില്ലല്ലോ. അതുകൊണ്ട് സഹായിക്കാൻ, അതുകൂടാതെ ഈ സഹായം ജെന്യൂൻ ആണോ എന്നറിയാൻ സഹായിക്കുന്ന ഒരു ആശ്രമമുണ്ട്. അവിടേക്ക് അപേക്ഷ കിട്ടിയതിന് ആക്ഷൻ എടുക്കും, ആശ്രമക്കാർ സഹായിക്കും. ഇവര് ശരിയാണോ ഇത് പറയണതെന്ന് അന്വേഷിക്കാൻ ചിലരെ ഇടപാട് ചെയ്യും. ഒരാശ്രമക്കാർ എന്നോട് പറഞ്ഞു, അതൊന്ന് അന്വേഷിക്കണം, ഇന്ന വ്യക്തി നിങ്ങളുടെ വീടിന്റെ അടുത്താണല്ലോ, അത്ര ബുദ്ധിമുട്ടുന്നുണ്ടോന്ന്. വിഷയമൊന്നും പറയാതെ ഞാൻ അവിടെ ചെന്നു. അങ്ങേയറ്റം ദാരിദ്ര്യം കഷ്ടപ്പാടെന്നാണ് പറഞ്ഞത്. വീട്ടിൽ ടെലിവിഷൻ ഉണ്ട്, വീട്ടിൽ AC ഉണ്ട്, എന്താ വേണ്ട? ടെലിവിഷനും AC പാടില്ല എന്നല്ല പറഞ്ഞത്. ഒരു വീട്ടിൽ വേണമെന്നൊക്കെ ഉണ്ട്. പിന്നെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാ, ബുദ്ധിമുട്ടാന്ന് പറഞ്ഞത് 60,000 രൂപ ബാങ്കിൽ ലോൺ മടക്കി അടയ്ക്കാറുണ്ട്.
അതിങ്ങോട്ട് തരാനാണ് ആവശ്യപ്പെട്ടത്. ഇത് ജെന്യൂൻ കേസാണോ? ബാങ്കിൽ മടക്കി അടയ്ക്കാനുള്ള ഒരു 60,000 റുപ്യ ഉണ്ടെങ്കിൽ ഇതുപോലെ പണം കൊടുത്ത് സഹായിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞെങ്കിൽ അടുത്തത് രണ്ടാമതായിട്ട് പറഞ്ഞത് ശാരീരികമായിട്ട് സഹായിക്കുക. ഒരാൾ കുഴഞ്ഞു വീണ ആശുപത്രിയിലായപ്പോൾ ആരെങ്കിലും കിട്ടുമോ നോക്കാൻ? ആരെങ്കിലും വരുമോ? നമ്മൾ വീട്ടിൽ വയ്യാതെ കിടന്നാൽ പലരും പുറത്തറിയിക്കാതിരിക്കുക. വയ്യാതെ കിടക്കണ വിവരം ആരോടും പറയാതെ മരിച്ച ഒരു സെലിബ്രിറ്റി പഠിത്തുണ്ടായിരുന്നു, എന്റെ സുഹൃത്ത. ആരോടും പറയുന്നില്ല. അയാളെ ഭാര്യ ആരോടും മുടില്ല, വേറെ മുറിയില കിടക്കുക. ഭാര്യയായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റാളിലെ അയാളെ മുറിയിൽ എഴുതുക. അത് പറയും. അദ്ദേഹത്തിന്റെ സ്ഥിതി കുറച്ച് വിഷമസ്ഥിതി ആയപ്പോ ഞാൻ വെറുതെ ഭാര്യയോട് പറഞ്ഞു, എനിക്കൊന്ന് കാണണം. എന്നാ ഇവിടുന്ന് നോക്കിക്കോളി പറഞ്ഞു. ഞാൻ റൂമിൽ ചെന്നിട്ടൊന്ന് എത്തി നോക്കി. അപ്പൊ അദ്ദേഹം എണീറ്റിരിക്കുന്നുണ്ട്. കുശലൊക്കെ ചോദിച്ചിട്ട് പോന്നു. കാരണം എന്താ വെച്ചാ ഇത് പുറത്തറിഞ്ഞാൽ സന്ദർശകർ വരും. ഇദ്ദേഹം പഠിപ്പിച്ച സ്റ്റുഡൻസ് ഒരുമിച്ച് ജോലി, ഇവരൊക്കെ എന്റർടൈൻ ചെയ്യണ്ടേ? സന്ദർശകർ വന്നാൽ അവർ പറയില്ലേ, ആ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഒന്ന് മാറ്റിക്കൂടെ? എപ്പോഴും മുഷിയാത്ത ഡ്രസ്സ് ധരിപ്പിക്കാൻ പറ്റുമോ രോഗിക്ക്? അത് ചെയ്തൂടെ? ആ റൂം കുറച്ചും കൂടി ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിച്ചൂടെ? സന്ദർശകർക്ക് ചായയും കൊടുക്കണം, അവർ തിന്നില്ലെങ്കിലും പലഹാരം കൊടുക്കണ്ടേ? നമ്മുടെ വീട്ടിൽ സന്ദർശകർ വരുമ്പോൾ വെറും ചായ കൊടുക്കാൻ പറ്റുമോ? ബേക്കറി സാധനങ്ങൾ ഒന്നും കഴിക്കാത്ത ആളാണ് ഞാൻ, തൊടില്ല. ഞാൻ പോയിട്ട് വാങ്ങണ കണ്ടവരെന്താ പറയാ, അയാൾ ഇങ്ങനെ പറയും ബേക്കറി സാധനം കഴിക്കരുത്. അയാൾ അവിടെ നിന്ന് വാങ്ങുന്നതോ? ഇതൊരു സാമൂഹ്യ മര്യാദയല്ലേ? ചായയുടെ കൂടെ ഒരു പ്ലേറ്റിൽ കുറച്ചെണ്ണം കൊടുന്ന് വെക്കണ്ടേ? നമ്മൾ കഴിച്ചില്ലെങ്കിലും കുറെ കഴിയുമ്പോൾ അത് കേട് വരും, അടുത്തായിട്ട് കളയണം. വേറെ നിർത്തിയുണ്ടോ? അപ്പൊ ശാരീരികമായിട്ട് സഹായിക്കാൻ, ആശുപത്രിയിൽ പോവാൻ, കൂടെ നിൽക്കാൻ, കൈ പിടിച്ചിട്ട് ബസ് സ്റ്റാൻഡ് വരെ നടക്കാൻ, അത് കേൾക്കണ്ട. ഇനി ബാക്കി വല്ലതും ഉണ്ടോ? ഈ രണ്ടൊക്കെ കേൾക്കണ്ട. മൂന്നാമത്തെ മാർഗനിർദ്ദേശം, അതാവാലോ. എന്താ പ്രശ്നം? ഇന്ന സൂക്കട് വന്നു, ഒരു കാര്യം ചെയ്യും, ഇന്ന വൈദ്യരെ പോയി കണ്ടോളൂ. അതിനോ ആ മാർഗനിർദ്ദേശം എങ്ങനെയാവണം? മാർഗനിർദ്ദേശം ഞാനും കൊടുക്കാറുണ്ട്. 10 പൈസ ചെലവില്ലാത്ത കാര്യമായിരിക്കും ഈ വ്യക്തിക്ക്. ലോകത്തിലെ എല്ലാ വലിയ ആശുപത്രി ഇന്നോടത്തിലുണ്ട്, അവിടേക്ക് പോയിക്കോളൂ. പ്രകൃതി ചികിത്സയുടെ ആളായതുകൊണ്ട് മരുന്നേ വേണ്ട, ഏത് രോഗം മാറ്റാനും മാർഗനിർദ്ദേശം കൊടുക്കാമല്ലോ. അത് വലിയൊരു കാര്യമല്ലേ? SLCക്ക് ജയിച്ച കുട്ടിയെ, ചെറിയൊരു കുട്ടിയെ ടൈപ്പ് പഠിപ്പിക്കാൻ വേണ്ടി അച്ഛൻ കൊണ്ടുവരുമ്പോൾ, എന്റെ പിതാവ് അധ്യാപകനായിരുന്നു പട്ടാമ്പി സ്കൂളിൽ, പ്രഭാകരമനോ. ഇത്ര ചെറിയ കുട്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, ടൈപ്പ് ഇപ്പൊ പഠിപ്പിക്കണ്ട, കോളേജിൽ കൊണ്ടു ചേർത്തോളൂ, അവിടെ ഇപ്പൊ ഇഷ്ടം പോലെ സീറ്റ് ഉണ്ട്. ആണോ? ഇപ്പൊ തന്നെ പോയിക്കോളൂ, ഞാനും കൂടെ വരാം. ആ കുട്ടിയെ കോളേജിൽ ചേർത്ത് പഠിപ്പിച്ച് ഉന്നത മാർക്കോടുകൂടി പാസ്സായി, പ്രൊഫസറായി, പ്രിൻസിപ്പാളായി. എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ഒരു ഗുണം എന്താ വെച്ചാൽ അദ്ദേഹമുള്ള വേദിയിലൊക്കെ പറയും, എൻ്റെ അച്ഛൻ പറഞ്ഞ ഒരു വാക്ക്, ഒരു മാർഗനിർദ്ദേശം എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചു. എനിക്ക് മാർഗനിർദ്ദേശവും പറ്റില്ല, ഈ പറഞ്ഞ ഒന്നും എനിക്ക് പറ്റില്ല. ശരി, അന്യർക്ക് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ സംസാരിച്ചുകൂടെ? ഒന്നും വേണ്ട. ഓരോ വരിയും അനിഷ്ടകരമായിട്ടല്ലേ സംസാരിക്കുന്നത് പലപ്പോഴും. അനിഷ്ടകരമായൊരു വരി എത്ര മൂഡ് ഔട്ട് ഉണ്ടാക്കുന്നുണ്ട്.
അനിഷ്ടകരമായ ഒരു വരി ശ്രോതാവിൻ്റെ വിളക്കൂതിക്കെടുത്തിയ പോലെ മൂഡ് ഔട്ട് ഉണ്ടാക്കുന്നില്ലേ? ഇത് വെച്ചുകൊണ്ടിരിക്കണ്ട, ഇപ്പൊ തന്നെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിക്കോളൂ. പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പറയാണ്ട് പറയൂ കേട്ടോ, ഇപ്പൊ തന്നെ പോവാ, ടാക്സി പിടിച്ച് പോയിക്കോളൂ, കാശുണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ. ഓരോ വരിയും മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ കല്യാണം കഴിഞ്ഞ് മകളാ ഇനിയിപ്പോ എത്ര കാലം നിൽക്കുക അറിയല്ലോ. ഇപ്പോഴത്തെ കല്യാണങ്ങളൊക്കെ അങ്ങനെയല്ലേ, എത്ര കാലമാണ് ബന്ധം നിൽക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആയിരിക്കും സാധാരണ സംഭവം. ആരും ചോദിക്കാറുമില്ല എന്താ കാര്യം. നല്ല വാക്കുകൾ പറഞ്ഞുകൂടെ? എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല. നിങ്ങൾ ഈ പറയണ പോലെ നല്ല വാക്ക് പറയാനും പറ്റില്ല, മാർഗനിർദ്ദേശവും പറ്റില്ല. നല്ല വാക്ക് ഇങ്ങനെ മധുരത്തിൽ മുക്കി പറയുക പറ്റില്ല. ഒരു കാര്യം ചെയ്യാമല്ലോ, ആളുകളെ നോക്കി ചിരിച്ചുകൂടെ? അതാവാലോ. ഇത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുമെന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കണവരില്ല. പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നവരിലൊക്കെ വാഹനത്തിലല്ലേ പോകുന്നത്. വൈകുന്നേരം ഈവനിങ് വാക്കിന് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും, കൂടെ ആരും നടക്കാൻ കിട്ടാറില്ല. കാണുന്നവരെ നോക്കി ഒന്ന് ചിരിച്ചാൽ എന്താ കുഴപ്പം? ഭൂരിപക്ഷം പേരും കുറെ പേര് എന്നെ നോക്കി ചിരിക്കും, അപ്പൊ ഞാൻ അങ്ങോട്ട് ചിരിക്കും. ചിലവര് ചിരിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഒരു പ്രസാദാത്മകമായ മുഖത്തോടു കൂടി നോക്കും. വേണ്ടി വന്ന ഞാൻ ചിരിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഞാനൊന്ന് ചിരിക്കും. ഈ വ്യക്തിയുടെ അടുത്തേക്ക് ഒരിക്കലും ചെല്ലാൻ പറ്റില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കണ്ടേ? അതുണ്ടായിക്കൂടെ? എനിക്ക് അതിനും പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പുഞ്ചിരിയും പറ്റില്ല, നല്ല വാക്കും പറ്റില്ല, മാർഗനിർദ്ദേശവും പറ്റില്ല, ശാരീരികമായിട്ട് സഹായിക്കാനും പറ്റില്ല, പണം കൊടുത്തിട്ടും സഹായിക്കാൻ പറ്റില്ല. ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ പറഞ്ഞ പോലെ. വേണ്ട, ഇതിനേക്കാൾ മഹത്തായ ഒരു കാര്യമുണ്ട്. ചുറ്റുമുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ മാനസികമായിട്ട് നല്ല മനസ്സോടുകൂടി വീട്ടിൽ കുത്തിരിക്കൂ. സകല ചരാചരങ്ങളും തിരിച്ചറിയും. മൃഗങ്ങള്, പക്ഷികള്, അയൽവാസികൾ. അയാള് നല്ല മനുഷ്യനാ തോന്നണം കേട്ടോ. നമ്മുടെ മനസ്സാളുകൾക്കറിയാം, നീ ചിരിയില്ലെങ്കിലും ആ നല്ല മനസ്സ് കീപ്പ് ചെയ്താൽ മതി. ഇതാണ് പ്രാവർത്തിക വേദാന്തം എന്ന് ധന്യമേ ജീവിതം പറയുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞത്. പതിവായി കേൾക്കുന്ന ശ്രോതാക്കൾ ഇപ്പൊ 1200 കഴിഞ്ഞിരിക്കണം. പതിവായിട്ട് കേൾക്കുകയും എന്നെ വിളിക്കുകയും ചെയ്യുന്നവരോട് നന്ദി പറയുന്നു. നമസ്കാരം.